നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് യർഗൻ ക്ലോപ്പിനോട് റയൽ മാഡ്രിഡ് കോച്ചിങ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അന്ന് ഇനി വീണ്ടും കോച്ചാകാൻ തനിക്ക് കഴിയുമെന്ന് ഉറപ്പില്ല എന്ന തരത്തിലാണ് ക്ലോപ്പിൻ്റെ മറുപടി വന്നത്. ഇപ്പോൾ പക്ഷേ ക്ലോപ്പ് അതിൽ ഖേദിക്കുന്നു, കുറ്റബോധമുണ്ട് അദ്ദേഹത്തിന് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇത് മാർക്ക് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതിൽ പറയുന്നത് യർഗൻ ക്ലോപ്പിനോട് റയൽ മാഡ്രിഡ് സാധ്യതകൾ ആരാഞ്ഞിരുന്നു. കാരണം ആഞ്ചലോട്ടി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. ആഴ്ചകൾക്ക് മുമ്പ് അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത് അദ്ദേഹത്തിന് ഡൗട്ടുണ്ട് ഇനി വീണ്ടും കോച്ചാകാൻ കഴിയുമോ എന്നുള്ളത്. വീണ്ടും ഇനി കോച്ചാവും എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് അപ്പോൾ ക്ലോപ്പ് പറഞ്ഞത്. അതായത് നിഷേധാത്മകമായിട്ട് ഇല്ല, വേണ്ട എന്ന തരത്തിലുള്ള പ്രതികരണമാവുന്നത്. പക്ഷേ ഹൗവർ ഹി നൗ റിഗ്രറ്റ്സ് ഇറ്റ്. ഇപ്പോൾ അദ്ദേഹം അതിൽ ഖേദിക്കുന്നുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്നത് റയലിനോട് എസ് പറയേണ്ടതായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു. താൻ ആ അവസരം കളഞ്ഞു കുളിച്ചതിൽ അദ്ദേഹത്തിന് നിരാശയുണ്ട്. അപ്പോൾ ഇപ്പോഴും അതായിക്കൂടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സാബി അലോൺസോയുമായിട്ട് റയൽ മാഡ്രിഡ് ഏതാണ്ട് എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. ഇറ്റ്സ് ടു ലേറ്റ് നൗ. ഇനിയിപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾറെഡി ലേറ്റായി കഴിഞ്ഞു. കാരണം റയൽ മാഡ്രിഡ് ഹാവ് റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് സാബി അലോൺസോ എന്ന് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. സാബി അലോൺസോയുമായിട്ട് റയൽ മാഡ്രിഡ് എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ലഭ്യമാവുന്ന എല്ലാ സൂചനകളും വെച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് മെയ് 25 കൂടി റയൽ മാഡ്രിഡ് ലാലീഗിൽ തങ്ങളുടെ അവസാന മത്സരം കൂടി കളിച്ചു കഴിയുമ്പോൾ ആഞ്ചലോട്ടി റയലിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ സാബി അലോൺസോയുടെ അനൗൺസ്മെൻറ്റ് വരും, അദ്ദേഹം ലെവർക്യൂസൻ വിടുകയാണ് എന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് അദ്ദേഹം റയലിലേക്ക് എത്തുകയും ക്ലബ്ബ് വേൾഡ് കപ്പിലെ ടീമിനെ നയിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.